ADGP MR അജിത് കുമാർ ശബരിമലയിലേക്ക് നടത്തിയ ട്രാക്ടർ യാത്രയുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അജിത് കുമാറിനൊപ്പം 2 പേഴ്സണൽ സ്റ്റാഫുകളും ട്രാക്ടറിലുണ്ട്. സന്നിധാനത്ത് നവഗ്രഹ വിഗ്രഹ പ്രതിഷ്ഠ നടന്ന ദിവസമാണ് അജിത് കുമാർ ശബരിമലയിലെത്തിയത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും ട്രാക്ടറിൽ യാത്ര ചെയ്തതാണ് വിവാദത്തിന് കാരണമായത്. സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. പമ്പയിൽ നിന്ന് സന്നിധാനം വരെയുള്ള CCTV ക്യാമറകളിൽ ഒന്ന് പ്രവർത്തനക്ഷമമായിരുന്നു. അതിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തായത്. പമ്പ സന്നിധാനം റൂട്ടിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നും ഡ്രൈവറല്ലാതെ മറ്റൊരാളും അതിലുണ്ടാകാൻ പാടില്ലെന്നും 12 വർഷം മുമ്പ് ഹൈക്കോടതി വിധിച്ചതാണ്. ഈ നിരോധനം വകവയ്ക്കാതെയാണ് അജിത് കുമാർ യാത്ര നടത്തിയത്. ഇത് വിവാദമാവുകയും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തുകയായിരുന്നു. സംഭവത്തിൽ പമ്പ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനിടെ ട്രാക്ടർ യാത്രയിൽ പോലീസ് വിശദപരിശോധന നടത്തണമെന്ന നിലപാടിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഔദ്യോഗികമായി ഇക്കാര്യം പറഞ്ഞിട്ടില്ലെങ്കിലും നിയമലംഘനം ഗൗരവമുള്ളതാണെന്നാണ് അധികൃതരുടെ പൊതുനിലപാട്. യാത്ര ഒഴിവാക്കേണ്ടതായിരുന്നു. ട്രാക്ടറിലെ യാത്ര ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ളതാണ്. ADGP നിയമലംഘനം നടത്തിയ സംഭവത്തിൽ ദേവസ്വത്തെ ഹൈക്കോടതി കക്ഷി ചേർത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിട്ടില്ല. അടുത്ത തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ശനി, ഞായർ ദിവസങ്ങളിലാണ് ADGP ട്രാക്ടറിൽ സന്നിധാനത്തേക്കും തിരിച്ച് പമ്പയിലേക്കും യാത്ര ചെയ്തത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടത്. ADGP നടത്തിയത് ഗുരുതര നിയമലംഘനമാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം.